അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 11-ാം വാർഡ് അട്ടിയിൽ പുത്തൻപറമ്പ് റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. എച്ച് MLA നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് 82 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. 300 മീറ്റർ നീളവും 4 മീറ്റർ വീതിയിലും ഇന്റർലോക്കിംഗ് ടൈൽ നിരത്തിയാണ് റോഡ് പൂർത്തിയാക്കുക. പൊതുമരാമത്ത് വകുപ്പ് വിവിധ ഗ്രാമീണ റോഡുകൾക്കായി അനുവദിച്ച 25 കോടിയിൽ നിന്നും അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിൽ 5 റോഡുകളാണ് ഉന്നത നിലവാരത്തിൽ പൂർത്തിയാക്കുക. കൂടാതെ 5 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന കരുമാടി ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനും ഉടൻ തുടക്കമാകും. സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രമേശൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ സിയാദ്, എസ് ശ്രീലേഖ, അപർണ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ഈ പഞ്ചായത്ത് ഏറ്റവും വലിയ വികസനം ഇനിയും നടക്കാനുള്ള പഞ്ചായത്താണ് ഈ പഞ്ചായത്ത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്കീം പലതും ഈ പഞ്ചായത്തിലാണ്. അമ്പലപ്പുഴ മിനി സിവിൽ സ്റ്റേഷൻ, അമ്പലപ്പുഴ ട്രഷറി, അതുപോലെ കോടതി എല്ലാം നിൽക്കുന്ന ഭാഗത്തെല്ലാം ആ പഴയതെല്ലാം പൊളിച്ച് പുതിയ ബിൽഡിംഗ് നിർമ്മിക്കാൻ പോവാണ്. അതിന്റെ DPR തയ്യാറാക്കി അന്തിമമായി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അനുമതിക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. ആ അനുവാദം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഡർ ചെയ്ത് പുതിയ മിനി സിവിൽ സ്റ്റേഷൻ ആരംഭിക്കാൻ പറ്റും. ഞാൻ അടുത്ത കാലത്ത് വിവരം അറിഞ്ഞത് ഈ ഇലക്ഷൻ കാലത്ത് മൈക്കൊന്നും വെച്ചാലും നോട്ടീസ് കൊടുക്കില്ല. ഈ മിനി സിവിൽ സ്റ്റേഷൻ ഞാൻ കൊണ്ടുവന്നതാണ്. എന്നിട്ട് ആദ്യത്തെ ബഡ്ജറ്റ് ഞാൻ എന്റെ പേനോട്ട് എഴുതി കൊടുത്ത് 10 കോടിയാണ് ആദ്യത്തെ ഒരു വർഷം കിട്ടുന്നത്. ചെലവഴിക്കാൻ പറ്റുന്ന ഭാഗത്ത് ബഡ്ജറ്റ് 10 കോടിയും അമ്പലപ്പുഴ മിനി സിവിൽ സ്റ്റേഷനോട് വെച്ചതാണ്. കുറെ നടപടിക്രമങ്ങളുണ്ട് ഇതിനെ തുടങ്ങാൻ പറ്റും. ഇത് വളരെവഴി കൊണ്ട് നിർമ്മിക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ പോകുന്ന എനിക്കറിയില്ല. ഇലക്ഷൻ കാലത്തെ ചില രാഷ്ട്രീയ പാർട്ടിക്ക് ഇറങ്ങിയിരിക്കുക. ഇലക്ഷൻ കാലത്ത് മിനി സിവിൽ സ്റ്റേഷൻ വളരെ വഴിക്ക് മാറ്റി. എന്നിട്ട് ഇവരാരെ കൊണ്ട് വെച്ചാന്നിരിക്കും തോന്നും കേൾക്കുമ്പോഴേ. ഈ പറയുന്ന കേട്ടത് ഇവരാരെ കൊണ്ട് വെച്ചിട്ട് ഞാൻ എടുക്കുന്നു പോയതാണ്. ഞാൻ തന്നെ കൊടുത്ത് ഞാൻ തന്നെ ഫണ്ട് വെച്ച് ഗവൺമെന്റ് സാങ്ഷൻ ചെയ്ത് എസ്റ്റിമേറ്റ് എടുത്ത് അതിന്റെ DPR അന്തിമ DPR ആയി. ഇനിയിപ്പോ ടെൻഡറിലേക്ക് പോകണം. അതിന്റെ നടപടി അല്പം കൂടി ഉണ്ട്. അത് പൂർത്തിയായി ടെൻഡറിലേക്ക് പോകണം. വളരെ വലിയ അരസിന്റെ സ്ഥലം പോലും ഇല്ല സർക്കാരിന്റെ കൈവശം. വളരെ വലിയ ഇതാരും തിരക്കാൻ പോവില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പറയാം നമ്മുടെ നാട്ടിൽ എന്നും വരികയാണ്. അവിടെ നിർമ്മിക്കാൻ നമുക്ക് പറ്റും. അമ്പലപ്പുഴ ആശുപത്രിയിൽ UHTCയിലെ ബ്ലോക്കിന്റെ കീഴിലാണ് ആ ആശുപത്രി വരുന്നത്. 20 കോടിയുടെ പുതിയ ഒരു മനോഹരമായ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 20 കോടി അനുവദിച്ച് അതിന്റെയും 26 കോടിയിലേക്ക് വന്നു. പിന്നെ 20 കോടിയായിട്ട് കുറച്ചു. എസ്റ്റിമേറ്റ് കറക്റ്റ് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അത് ആരോഗ്യ വകുപ്പിന്റെ അനുവാദം കിട്ടിയാൽ നമുക്ക് നിർമ്മാണം തുടങ്ങാം.